കേരളത്തിൽ ഉച്ചയ്ക്ക് ശേഷവും കത്തിക്കയറി സ്വർണ്ണവില. ഇന്ന് 2 തവണയായി പവന് വിലയിലുണ്ടായത് 2160 രൂപയുടെ വർധന. ഗ്രാം വില 75 രൂപ ഉയർന്ന് 13,945 രൂപയും പവൻ വില 600 രൂപ ഉയർന്ന് 1,11,560 രൂപയുമായി. പൊന്നു വാങ്ങാൻ ഇന്ന് പ്ലാനുണ്ടോ? എങ്കിൽ 8ന്റെ പണി കിട്ടും. കേരളത്തിൽ സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രാവിലെ വർധനവ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഉച്ചയ്ക്കും സ്വർണ്ണവില ഞെട്ടിച്ചിരിക്കുന്നത്. വലിയ മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് 75 രൂപ കൂടി. 1 ഗ്രാം സ്വർണത്തിന്റെ വില 13,975 രൂപയിലും എത്തി. പവന് 600 രൂപയാണ് ഉച്ചകഴിഞ്ഞ് കൂടിയത്. 1,11,560 രൂപയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. അതേസമയം ഇന്ന് രാവിലെയും സ്വർണ്ണവില ഞെട്ടിച്ചിരുന്നു. കുറച്ചു ദിവസം കുറഞ്ഞു നിന്ന സ്വർണ്ണവിലയാണ് ഇന്ന് വലിയൊരു വർധനവ് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് രാവിലെ 195 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 13,870 രൂപയുമായി ഉയർന്നിരുന്നു. പവന്റെ വിലയിൽ 1,560 രൂപയാണ് കൂടിയത്. 1,10,960 രൂപയിലായിരുന്നു രാവിലെ പവൻ വിലയുണ്ടായിരുന്നത്. രാജ്യാന്തര വിപണിയിലും സ്വർണത്തിന്റെ വിലയിൽ വർധനവ് രേഖപ്പെടുത്തി. ഇന്ന് 2 തവണയായി പവൻ വിലയിൽ ഉണ്ടായതാകട്ടെ 2,160 രൂപയുടെ വർധനവാണ്. സ്വർണ്ണവിലയെ നിലവിൽ സ്വാധീനിക്കുന്നത് എണ്ണവിലയിലുണ്ടായ കുറവും ഡോളർ ദുർബലമായതുമാണ്. ദീർഘകാലത്തേക്ക് പണപ്പെരുപ്പം ഉയർന്ന നിരക്കിൽ തുടരാൻ സാധ്യതയില്ലെന്ന പ്രവചനങ്ങളും അതിനിടയിൽ വന്നു കഴിഞ്ഞു. ഇതോടെ പലിശ നിരക്ക് കുറയാനും കളമൊരുങ്ങിയ സാഹചര്യമാണ് ഇന്നുള്ളത്. ഇതെല്ലാം ഈ പൊന്നിന്റെ വിലയെ വലിയ തരത്തിൽ സ്വാധീനിച്ചു. ഇറാനുമായി സമാധാന കരാറിലെത്തുമെന്ന സൂചനകൾ US പ്രസിഡന്റ് നൽകിക്കഴിഞ്ഞു. അതിനു പിന്നാലെ ഈ വാക്കുകളെല്ലാം സമ്പദ് വ്യവസ്ഥകളെ പോസിറ്റീവായി സ്വാധീനിച്ചു തുടങ്ങി. US സ്റ്റേറ്റ് സെക്രട്ടറി ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിച്ചതായ പ്രഖ്യാപനവും ഇത്തരം പ്രതികരണങ്ങളും വിപണിയെ വലിയ തരത്തിൽ ചാഞ്ചാട്ടങ്ങൾക്ക് വഴിതെളിച്ചു. രാജ്യാന്തര വിപണിയിൽ തുടർച്ചയായി 2ാം ദിവസവും എണ്ണവില കുത്തനെ ഇടിയുകയാണ്. ഇറാനുമായി സമാധാന കരാർ ഉണ്ടാവുമെന്ന പ്രതീക്ഷ തന്നെയാണ് എണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.